തനി നാട്ടുംപുറത്തുകാരനാണ്. അത് അദ്ദേഹത്തിൻ്റെ ചില രൂപകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വേറൊരു കവിയും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ നക്ഷത്രങ്ങളെ തൻ്റെ കൽക്കടുക്കനായിട്ട് അണിയുക എന്നുള്ള ഒരു ഉപമ. അത് എൻ്റെ ഊണ് എന്നുള്ള കവിതയിലാണ് കാണുന്നത്. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് കടുക്കനുണ്ടായിരുന്നു. ആ കൽക്കടുക്കനായിട്ട് നക്ഷത്രങ്ങളെ അണിയുക എന്ന് അദ്ദേഹം എൻ്റെ ഊണിൽ പറയുന്നുണ്ട്. അതുപോലെ വേറെ ചിലപ്പോൾ താരകരത്നം ചുറ്റിപ്പതിഞ്ഞ മുടി ചൂടി സ്ഫാരവർണാഭം നഭ പൊന്തുകിരുടുപ്പെന്തിയ പ്രപഞ്ചം ഓം തത് സത് എന്ന് ശാന്ത സംഗീതം കൊണ്ട് കവിയുടെ ഉള്ളിൽ അഭൗമമായ ഒരു ആനന്ദം നിറയ്ക്കുന്നു. ഇത് വാർദ്ധക്യം എന്നുള്ള കവിതയിലാണ്. കവിയുടെ മാനം നോക്കലും നക്ഷത്രപ്രേമവും കാൽപ്പനികത കൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിത്വത്തെ മനോഹരമാക്കുന്നു. ഈ മാനം നോട്ടം ഒരു വെറും മാനം നോട്ടമായിരുന്നില്ല, ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ്റെ മാനം നോട്ടം കൂടിയാണ് എന്നതാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തെ മറ്റു കവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നക്ഷത്രങ്ങളെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുള്ള വിശ്വസാഹിത്യകാരന്മാർ ആരും തന്നെ ജ്യോതിശാസ്ത്രത്തിൽ അത്ര അവഗാഹമുള്ളവരും കൂടി ആയിരുന്നിട്ടില്ല. ഹ്യൂഗോവിന് പോലും അതിൽ നാലപ്പാടിൻ്റെ ഒപ്പെത്താൻ സാധിക്കുമോ എന്ന് സംശയമാണ്. നക്ഷത്രങ്ങളെ കുട്ടിക്കാലം മുതലേ പ്രേമിക്കുകയും അവയെക്കുറിച്ച് ഇത്രയേറെ എഴുതുകയും ചെയ്ത നാലപ്പാടൻ കെ രാജയോട് പറഞ്ഞ ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ നാലപ്പാടൻ്റെ ജീവിത ദർശനവും മതവും വ്യക്തമാകും. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരങ്ങോട്ട് നോക്കട്ടെ. ഇതാരാ, ഈ സാധനം ആരാ സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചം, ഈ നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളും ഇത് ആര് സൃഷ്ടിച്ചതാ? മനുഷ്യന് പറ്റില്ലല്ലോ. ഇത് ഹ്യൂഗോവിനെ പരിചയപ്പെടും മുമ്പേ കവിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി തെളിയിക്കാൻ ഈ ഒരു കുട്ടിക്കാലത്തെ നക്ഷത്രങ്ങൾ എന്ന കവിത മതിയാവും എന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ അദ്ദേഹം വായിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശ്രജ്ഞാനത്തിലെ ബ്രഹ്മാണ്ഡ വർണ്ണന, ഇതൊക്കെ കവിയിലെ ശാസ്ത്രജ്ഞനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ ബ്രഹ്മാണ്ഡ മാർഗത്തിൽ, സൗരയൂഥത്തിൽ, ഭൂമിയിൽ എവിടെയോ ഒരു മൂലയിലിരുന്ന് കഥയറിയാതെ ആട്ടം കാണുന്ന മനുഷ്യൻ എന്ന ആ സ്ഥാനമാണ് കവി സ്വയം തനിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ആ വഴിയിൽ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ പാതയിൽ അപ്പപ്പോൾ കുറിച്ചിട്ട അനുഭവ കഥകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. മൃതപത്നിയുടെ കറുത്ത മുടി പോലും അദ്ദേഹത്തിന് നിഗൂഢ തേജസ്സുകളെ തെളിഞ്ഞു കാണാവതാക്കുന്ന ഇരുട്ടാണ്. ആ ഇരുട്ട് നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടബോധത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ്റെ അനശ്വരത്വം എന്ന മഹത്വത്തിൻ്റെ നിഗൂഢ തേജസ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. മരിച്ചുപോയ തൻ്റെ പത്നിയെയും അങ്ങനെ അദ്ദേഹം ആ കണ്ണുനീർത്തുള്ളി എന്ന കാവ്യത്തിലൂടെ അനശ്വരയാക്കി. ജന്മവാസന, അഭ്യാസം എന്നാണ് വിദ്യാഭ്യാസം, കഠിനമായ ഒരു ദുഃഖാനുഭവം, ഇത് മൂന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തിളക്കം വെപ്പിച്ചത്. കൃത്രിമ എഴുന്നീരിൽ ഉരുക്കി അതുല്യമായ കനകാഭരണമാക്കാൻ പ്രപഞ്ചശില്പിയേകിയ ദുഃഖാനുഭവങ്ങളെ ഏറ്റുവാങ്ങാൻ നാലപ്പാടിനെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മവാസനയായ മാനന്നോട്ടവും നക്ഷത്രപ്രേമവും കവിതയും ഒക്കെയാണ്. മുക്കുപണ്ടങ്ങളുടെ പ്രഭ കാലക്രമത്തിൽ മങ്ങും. കാലത്തെ കടന്നു നിൽക്കുന്ന നക്ഷത്രഹാരങ്ങളുടെ പ്രഭ മങ്ങുകയില്ല. നക്ഷത്രങ്ങളെക്കുറിച്ചും അവയിൽ പ്രകടമാകുന്ന ഈശ്വരത്വത്തെക്കുറിച്ചും ആവർത്തിച്ച് പാടിയ മിസ്റ്റിക് കവിയാണ് നാലപ്പാടൻ. അദ്ദേഹം കൈരളിക്ക് ചാർത്തിയ നക്ഷത്രഹാരത്തിൻ്റെ കവിതയുടെ പ്രഭയ്ക്ക് മങ്ങലേറ്റിട്ടില്ല, ഏൽക്കലില്ല. ആ തിരുവേരിൽ നിന്ന് പൊടിച്ചുണ്ടായ താമരപ്പൂക്കൾക്ക് താരകാന്തി ലഭിക്കാതിരുന്നിട്ടുമില്ല. യോഗിയുടെ ഹൃദയത്തിൽ പെരുന്താമരപ്പൂവായി വിരിയുന്ന ജ്യോതിർഗോളങ്ങളെ ആശ്രജ്ഞാനത്തിൽ നാലപ്പാടൻ നമുക്ക് വിവരിച്ചു തരുന്നു. നാലപ്പാടൻ എന്ന സൂര്യൻ്റെ തിരുവേരിൽ പൂത്ത ബാലാമണി അമ്മയെ ഞാൻ താമരപ്പൂവ് എന്ന് വിളിക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ ആ താമരപ്പൂവും മറ്റൊരു നക്ഷത്രമാണ്, മറ്റൊരു ജ്യോതിർഗോളം തന്നെയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് നാലപ്പാടൻ്റെ തർജ്ജമ ഭാവനയെ കുറിച്ചാണ്.